കൂട്ടുകാരെ നമസ്കാരം. പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഞെട്ടുമായിരിക്കും. ഞെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും ഓ ഇതായിരുന്നു അത് എന്ന് നിങ്ങൾ വിചാരിക്കും. ഈ പഴം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ പഴം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും എനിക്കറിയത്തില്ലായിരുന്നു. ഇത് വഴി സൈഡ് കണ്ടതാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്ത് പഴമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു വളരെ നല്ല ഇതായതുകൊണ്ട് ഈ പഴം നോക്കാം. ആദ്യം പപ്പിക്കൊണ്ടൊന്ന് കഴിക്കാൻ കൊടുത്ത് നോക്കാം. പഴം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. അറിയാവുന്നവർ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. എടാ എന്തുവാടേ, നിനക്ക് കഴിക്കാൻ വേണോ നമ്മുടെ അരി? അപ്പം അത് തന്നെയാണ്. ഇത് ഈന്തപ്പഴമാണ് കേട്ടോ. നമ്മളിവിടെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നതാണ്. അത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയയിൽ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്ന ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം അത് പഴുത്ത് കഴിയുന്ന ഉടനെയുള്ള സ്റ്റേജ് ഇങ്ങനെയാണ്. ഇത് ഉണങ്ങിയിട്ടാണ്, പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പരുവത്തിൽ നമ്മുടെ നാട്ടിലെ പഴങ്ങൾ വരുന്നത്. ഇത് മിക്കവാറും തമിഴ്നാട്ടിലോ മറ്റോ ഉണ്ടായതായിരിക്കും. കിലോയ്ക്ക് 100 രൂപയാണ്. വഴി സൈഡിൽ കണ്ടാണ് കേട്ടോ. അത് ഞാനൊരെണ്ണം പറിച്ച് കഴിക്കട്ടെ. ഇതുണ്ട്, ഇതിപ്പം കറുത്ത് വരുന്നുണ്ട്. അപ്പം അത് പറിച്ചൊന്ന് കഴിച്ച് നോക്കാം. അത്യാവശ്യം ഒരുമാതിരി പഴം പോലെയാണ് ഇരിക്കുന്നത്. ഇത് തന്നെ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്. എന്താ ഇത് കഴിക്കാൻ പോണേ. ഞാനത് കഴിച്ചതാണ്, എന്നാലും കഴിച്ച് ലൈവായിട്ട് നിങ്ങളോട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം. നല്ല കട്ടിയുണ്ടേ. ഈ സാധനം ഇങ്ങനെ നമ്മളെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലാത്തവരാണ് പറയത്തില്ല. ഇപ്പോൾ കഴിക്കുമ്പം നല്ല ഫൈബറുണ്ട്. നമുക്ക് ഒരിക്കലും മടുപ്പില്ലാത്തൊരു ടേസ്റ്റാണ്. ഇത് എത്ര വേണമെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. പൊങ്ങ് ഈ തേങ്ങയുടെ അകത്ത് മുള വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധനം, അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു അടയ്ക്കാടൊക്കെ ഒരു ചെറിയ ഫ്ലേവർ കയറി വരുന്നുണ്ട്. ഈന്തപ്പഴം ആണെന്നേ പറയത്തില്ല. പഴുത്ത ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റേ അല്ല. പഴുത്തല്ല, പ്രോസസ്സ് ചെയ്തിട്ട്. ഇത് പഴുത്താണ്. ഇതിൻ്റെ കുരു കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അറിയത്തില്ലാത്തവർക്ക് പറയുന്നുള്ളതേ ഉള്ളൂ. ഇത് നല്ല എന്നാ പറയുക, നല്ല ക്രിസ്പിയോ ക്രഞ്ചിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. നല്ല കടിച്ചിരിക്കുന്ന സാധനമാണ്. നമ്മളൊരു ആപ്പിളൊക്കെ കടിച്ച് തിന്നുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ്. അത് നല്ല ഫൈബറുണ്ട്, മധുരമുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ ഇരുന്നാൽ കുറെ മൊത്തം നമുക്ക് തിന്നാം. പപ്പിക്കുട്ടിന് കൊടുത്തു നോക്കാം. ഈ സാധനം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണേ. പപ്പിക്കുട്ടൻ ദുരിയാൻ കഴിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അവൻ ദുരിയാൻ ഇഷ്ടപ്പെട്ടായിരുന്നു. ദുരിയാൻ കഴിച്ചാൽ ഒരു ഫ്രൂട്ട് അവൻ കഴിച്ചിട്ടില്ല. ഇതെന്ത് ചെയ്യുമെന്ന് നോക്കാം. ഇതിനകത്ത് പൾപ്പായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി കഴിക്കാൻ വഴിയില്ല. അവിടെ ഡയനയായിട്ട് ഭയങ്കര മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം. ഇത് വേണോ? ഇതാർക്കൊക്കെ വേണ്ടേ? പപ്പിക്കുട്ടാ, ഇത് നമ്മളിപ്പോൾ അവന് കഴിച്ചിട്ടുള്ള സാധനമായതുകൊണ്ട് നമ്മളൊന്ന് കഴിച്ച് കാണിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും. അതിൻ്റെ അകത്ത് കുരുവും കളഞ്ഞിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. പൊതുവേ സീഡുകളെല്ലാം ഡോഗിന് പ്രശ്നമാണേ. ഡോഗ് കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. ചില സീഡുകൾ ഡോഗ്സിൻ്റെ ഡൈജസ്റ്റ് ആവത്തില്ല, അല്ലെങ്കിൽ പോയിസൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് വരും. എന്നാ രുചിയാണെന്നറിയോ? പപ്പിക്കാണോ? വേണോ? പപ്പിക്കാണോടാ? പയനാ? ഡയന ഒന്ന് മേടിക്കാൻ വേണ്ട ഇന്ന്. ഡയന എന്നാ ഡയനക്ക് വേണ്ടേ? ഡയന കടിക്കുന്നുണ്ടോ കേട്ടോ? ഏതാ പപ്പി? ഇത് പപ്പി കടിക്കിച്ച് തിന്നുന്നു. തരാവടാ പപ്പി. ഡയന തിന്നോ? അത് ഡയന തിന്നു കേട്ടോ. ഡയന തിന്നേ. ഡയന ഇത് ഡേറ്റ്സ് തിന്നു. പപ്പിക്കൊണ്ട് തിന്ന് കഴിഞ്ഞില്ല. എന്നാ ഡയന ഇല്ല, അവൾ തിന്നുക. അവളിപ്പോൾ എടുത്ത് കളിക്കുന്നുണ്ട്, പക്ഷെ മുമ്പത്തെ കൊടുത്ത് തിന്നു. അന്നേരെ ഡയന താ ഡ്രോപ്പ് ഉണ്ടോ? ഡ്രോപ്പ് പഠിപ്പിച്ചു കേട്ടോ നമ്മൾ. എന്നാ ഡയന ഓക്കെ എന്നാ
ഓഹോ, ഇവർക്ക് ഈ ഡേറ്റ്സ് ഇത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നോ? അതെയോ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദുരിയാൻ തിന്നതിൻ്റെ വീഡിയോ ആൾക്കാർ കണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് പപ്പിക്കുട്ടൻ കഴിച്ച് കാണിക്കുന്നതാണോ? എടാ ശരിക്കും തിന്നുവാടാ, ഇതാവും തിന്നു കേട്ടോ. ഇത് അവന് ഇഷ്ടപ്പെട്ടെന്നാ നോക്കി കടിച്ചു കടിച്ച് തിന്നുന്നേ. ഇതാണോ ഇനി? ഫ്രൂട്ട്സ് പൂച്ചു തന്നെയാണോ? പൂച്ചു തേനത് കൊണ്ട് തിന്നു. ഇനി വേണോടാ എനിക്ക്? വാവ്, വളരെ അത്ഭുതമായിരിക്കുന്നു. നമ്മുടെ ഡോഗ്സ് ഇതാ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതും അൺപ്രോസസ്ഡ് ഡേറ്റ്സ്. എന്നാ ഓഹോ, അടിയാണ് ഇപ്പോൾ ഈന്തപ്പഴത്തിന്. പാണ്ടയ്ക്ക് കൊടുത്ത് നോക്കിയാലോ? ഡയന ഈ തിന്നുന്നൊക്കെ എങ്ങോട്ടടി പോണേ? ഇരുന്ന് കഴിക്കുക. പപ്പിക്ക് വേണോ? പപ്പി പൂച്ചൊന്ന് അങ്ങടി നിർന്നു. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും, ഇതാണ് നമ്മുടെ ഈന്തപ്പഴം. നിങ്ങൾ കണ്ടല്ലോ, ഈ സംഭവം ഈന്തപ്പഴമാണ്. കണ്ടാൽ നമ്മുടെ ഇതുപോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ ഓടപ്പഴം തൂങ്ങിക്കിടക്കുന്നു, ഏകദേശം ഇതുപോലെയാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്തവർ കാണുക. വീണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതൊരു ടാറ്റാ. പാട്ടയും കൊടുത്തേക്കാം.